ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കേരളത്തിൽ പുതുതായി മുഖ്യ വിവരാവകാശ കമ്മീഷണർ തസ്തികയിലേക്ക് നിയമിതനായത് ആരാണ്? വി ഹരി നായർ. കേരളത്തിൽ പുതുതായി മുഖ്യ വിവരാവകാശ കമ്മീഷണർ തസ്തികയിലേക്ക് നിയമിതനായത് വി ഹരി നായരാണ്. 2024 ഫെബ്രുവരി 10 അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി ആരാണ്? എ രാമചന്ദ്രൻ. 2024 ഫെബ്രുവരി 10 അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി എ രാമചന്ദ്രനാണ്. 2024 അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദീപ് പുരസ്കാരം നേടിയ മലയാളി ആരാണ്? MD വാസുദേവൻ നായർ. 2024 അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദീപ് പുരസ്കാരം നേടിയ മലയാളി MD വാസുദേവൻ നായരാണ്. ഇന്ത്യൻ നാവികസേനയിൽ അംഗമാകുന്ന പുതിയ ഹെലികോപ്റ്റർ ഏതാണ്? MH-60 റോമിയോ സീഹാക്ക്. ഇന്ത്യൻ നാവികസേനയിൽ അംഗമാകുന്ന പുതിയ ഹെലികോപ്റ്ററാണ് MH-60 റോമിയോ സീഹാക്ക് എന്ന ഹെലികോപ്റ്റർ. പട്ടികവർഗക്കാർക്കിടയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്വം, സ്റ്റാർട്ടപ്പ് എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകാനുള്ള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉന്നതി. പട്ടികവർഗക്കാർക്കിടയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്വം, സ്റ്റാർട്ടപ്പ് എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഉന്നതി. ഡിമെൻഷ്യ, അൾഷിമേഴ്സ് രോഗബാധിതരെ സംരക്ഷിക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഓർമ്മത്തോണി. ഡിമെൻഷ്യ, അൾഷിമേഴ്സ് രോഗബാധിതരെ സംരക്ഷിക്കാനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഓർമ്മത്തോണി. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിന് 5 വർഷത്തിലൊരിക്കൽ നൽകുന്ന സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ചത് ആർക്കാണ്? NK പ്രേമചന്ദ്രൻ MPക്ക്. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിന് 5 വർഷത്തിലൊരിക്കൽ നൽകുന്ന സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ചത് NK പ്രേമചന്ദ്രൻ MPക്കാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഛായാഗ്രഹണത്തിലെ രാജ്യാന്തര പ്രതിഭയ്ക്ക് നൽകുന്ന പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് ശിവൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഛായാഗ്രഹണത്തിലെ രാജ്യാന്തര പ്രതിഭയ്ക്ക് നൽകുന്ന പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ചത് സന്തോഷ് ശിവനാണ്. 2024 ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിനാണ്. ഇന്ത്യക്കാരുടെ ആൽബമാണിത്. 2024 ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിനാണ്. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച് മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച് മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. സൂര്യനിൽ പ്രത്യക്ഷപ്പെട്ട അതിഭീമമായ സൂര്യകളങ്കത്തിന് നൽകിയ പേരെന്താണ്? AR 3576. സൂര്യനിൽ പ്രത്യക്ഷപ്പെട്ട അതിഭീമമായ സൂര്യകളങ്കത്തിന് നൽകിയ പേര് AR 3576 എന്നാണ്. 2024 ഫെബ്രുവരി 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീറ്റിലിറക്കിയ ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. 2024 ഫെബ്രുവരി 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീറ്റിലിറക്കിയ ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ഉപഗ്രഹ ശ്രേണിയിലെ ഇൻസാറ്റ് 3DS ഇന്ത്യ വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? GSLV F-14 റോക്കറ്റ്. കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ഉപഗ്രഹ ശ്രേണിയിലെ ഇൻസാറ്റ് 3DS ഇന്ത്യ വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? GSLV F-14 റോക്കറ്റ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായ സുദർശൻ സേതു ബന്ധിപ്പിക്കുന്നത് ബെയ്ദ് ദ്വാരകാ ദ്വീപിനെയും ഓഖ നഗരത്തെയും തമ്മിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായ സുദർശൻ സേതു ബന്ധിപ്പിക്കുന്നത് ബെയ്ദ് ദ്വാരകാ ദ്വീപിനെയും ഓഖ നഗരത്തെയും തമ്മിലാണ്. 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ലഭിച്ച നാട്ടു നാട്ടു എന്ന ഗാനം എഴുതിയതാരാണ്? ചന്ദ്രബോസ്.
95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ലഭിച്ച RRR സിനിമയിലെ നാട്ടു നാട്ടു എന്ന ഗാനം എഴുതിയത് ചന്ദ്രബോസാണ്. ഈ ഗാനം സംഗീത സംവിധാനം ചെയ്തത് MM കീരവാണിയാണ്. 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബ്രണ്ടൻ ഫ്രേസറെയാണ്. 2023 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ്? ബ്രണ്ടൻ ഫ്രേസറെയാണ്. 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മിഷേൽ യോയാണ്. 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായതാരാണ്? മിഷേൽ യോ. 95ാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയായ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരാണ്? ദീപിക പദുക്കോൺ. 95ാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയായ ഇന്ത്യൻ ചലച്ചിത്ര നടി ദീപിക പദുക്കോൺ ആണ്. 2021 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഹർനാസ് കൗർ സന്ധു. 2021 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ഇന്ത്യക്കാരി ഹർനാസ് കൗർ സന്ധു ആണ്. ചുമട്ടുതൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? നവശക്തി പദ്ധതി. ചുമട്ടുതൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന അനന്യ മലയാളം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകം ഏതാണ്? കണിക്കൊന്ന. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന അനന്യ മലയാളം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകമാണ് കണിക്കൊന്ന. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതിയാണ് ശലഭം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി ഏതാണ്? ശലഭം. KSRTC തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഗ്രാമവണ്ടി. KSRTC തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിൽ ഒരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? പാലക്കാട്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിൽ ഒരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല പാലക്കാട് ജില്ലയാണ്. മയക്കുമരുന്ന് കടത്ത്, മണൽ കടത്ത്, കള്ളക്കടത്ത്, സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ കാവൽ. മയക്കുമരുന്ന് കടത്ത്, മണൽ കടത്ത്, കള്ളക്കടത്ത്, സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ. 2022 പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനം അറിയപ്പെടുന്ന പേരെന്താണ്? കേരള സവാരി. 2022 പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി. 2023 വിജയ് ഹസാരെ ട്രോഫി വിജയികൾ ഹരിയാനയാണ്. 2023 വിജയ് ഹസാരെ ട്രോഫി വിജയികൾ ഹരിയാനയാണ്. രഞ്ജി ട്രോഫി 2022-23 കിരീടം നേടിയത് സൗരാഷ്ട്രയാണ്. രഞ്ജി ട്രോഫി 2022-23 കിരീടം നേടിയത് സൗരാഷ്ട്രയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? വൃന്ദാരതി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത വൃന്ദാരതിയാണ്. 2022 ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ്. 2022 ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം മങ്കി പോക്സ് ആണ്. എംപോക്സ് എന്ന് പേര് മാറ്റാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചത് രോഗമേതാണ്? മങ്കി പോക്സ്. മങ്കി പോക്സിൻ്റെ പേരാണ് എംപോക്സ് എന്ന് മാറ്റാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചത്. മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE. മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. 2024 മാർച്ചിൽ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നയാബ് സിംഗ് സൈനി. 2024 മാർച്ചിൽ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നയാബ് സിംഗ് സൈനിയാണ്. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവിക സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഭാരത് ശക്തി. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനികാഭ്യാസമാണ് ഭാരത് ശക്തി. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ ആരാണ്? AS രാജീവ്. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ AS രാജീവ് ആണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? മുഷീർ ഖാൻ.
രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം മുഷീർ ഖാനാണ്. വ്യോമാതിർത്തിയിലെത്തുന്ന ഡ്രോൺ പോലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ UK പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധം ഏതാണ്? ഡ്രാഗൺ ഫയർ. വ്യോമാതിർത്തിയിലെത്തുന്ന ഡ്രോൺ പോലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ UK പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധമാണ് ഡ്രാഗൺ ഫയർ. അടുത്തിടെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതാണ്? സിറ്റാക്കോസിസ്. ഇതിൻ്റെ മറ്റൊരു പേര് പാരറ്റ് ഫീവർ എന്നാണ്. അടുത്തിടെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് സിറ്റാക്കോസിസ്. ഈ രോഗത്തിൻ്റെ മറ്റൊരു പേരാണ് പാരറ്റ് ഫീവർ. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. 2024 മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 ബഹുലക്ഷ്യ മിസൈലിൻ്റെ പരീക്ഷണത്തിന് നൽകിയ പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 ബഹുലക്ഷ്യ മിസൈലിൻ്റെ പരീക്ഷണത്തിന് നൽകിയ പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. 2024 മാർച്ചിൽ ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ICC റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ഇന്ത്യ. 2024 മാർച്ചിൽ ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ICC റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യയാണ്. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത മലയാള സിനിമാ താരം ആരാണ്? ടൊവിനോ തോമസ്. ചിത്രം അദൃശ്യജാലകങ്ങൾ. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ടൊവിനോ തോമസിനെയാണ്. ചിത്രം അദൃശ്യജാലകങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.